ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ആണുങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ പാടാണോ? അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ ശത്രു ഒരു പെണ്ണാണോ? ചില സാഹചര്യങ്ങളിൽ ഒരു പെണ്ണിന്റെ ശത്രു പെണ്ണ് തന്നെയായിരിക്കും. ഓക്കെ. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് ഒരു എന്താ പറയാ, അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. എനിക്കിഷ്ടം അവരിങ്ങനെ ഒരുക്കിക്കൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ. ഇപ്പൊ എനിക്ക് അങ്ങനെ ഉള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. വൺസ് നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുമ്പോൾ കുറച്ചുകൂടെ അവൈലബിൾ ആക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഒരു സ്നേഹമാണ്, സന്തോഷം. കാര്യം നമുക്ക് തിരിച്ച് കിട്ടണം എന്ന് വെച്ച് ചെയ്യുന്നതല്ല. ഒരിക്കലും നമുക്ക് ഞാൻ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും എനിക്ക് തോന്നുന്നു എൻ്റെ സിസ്റ്റർ ഇൻ ലോ തരുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. എന്നുവെച്ചാൽ അതൊരു വലിയ സംഭവമായിട്ട് ആഘോഷിക്കുക അങ്ങനെ ഒന്നും അല്ല. എന്നാലും ഉള്ളതിലും ഇല്ലായ്മയിലും നിന്നുള്ള ആഘോഷമായിട്ട് വീട്ടില് അമ്മയായാലും പായസമൊക്കെ വെച്ചാല് കുഞ്ഞ് കേക്കൊക്കെ വെച്ചാൽ അതൊക്കെ ഒരു സന്തോഷമാണ്. അതൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ പറയാം, ഞാൻ എൻ്റെ ഫ്രണ്ട്സിലായാലും അവരെ ഹാപ്പിയാക്കി എടുക്കുന്ന എഫേർട്സ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുമില്ല അങ്ങനെ വേണമെന്ന്. കാര്യം എൻ്റെ ഉള്ളില് ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. കാര്യം ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അത്ര സന്തോഷമായിട്ടായിരിക്കും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. അതേ സന്തോഷത്തിൽ അവരെനിക്ക് ചെയ്തു തന്നില്ലെങ്കിൽ അതിലെന്താ പോയിന്റ്? ഈ ഗൗരി നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ വാക്കിയുള്ളൂ, നമുക്ക് നമ്മളെ ഉള്ളൂ. അതൊരു വെറും വാക്കല്ലേ? നമ്മളെല്ലാ മനുഷ്യരും ഈ വാഴയിൽ പറയുന്നത് കൂടുള്ളവന്മാരൊക്കെ അങ്ങ് പോകും. എല്ലാരും 25 വയസ്സിൽ സ്വന്തമായിട്ട് നേടിയെടുത്തത് എന്തായിരിക്കും ലൈഫില്? കൊറേ കാര്യങ്ങളുണ്ട്. അനുഭവം തന്നെ ഗുരു. ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ 25 വയസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേടിയെടുത്ത് മനസ്സിലാക്കിയത് ഞാൻ എന്നെ തന്നെയാണ്. ഓക്കെ. ഞാൻ എങ്ങനെ ആയിരിക്കണം, ഞാൻ എങ്ങനെയാണ് ഇനി ചെയ്യേണ്ടത്, നെക്സ്റ്റ് മൂവ്. ഞാൻ സങ്കടപ്പെടാറുണ്ട്, ഞാൻ വേദനിക്കാറുണ്ട്, ഡിപ്രഷനിൽ എത്താറുണ്ട്. ഇതൊക്കെ ഞാൻ അനുഭവിച്ചാലും മാക്സിമം പോയി ഉള്ളൊരു സമയം കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കും. മുന്നോട്ട് പോവേണ്ട എന്തൊക്കെ കാര്യമുണ്ടോ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോകും. ഞാൻ ഒരു ജോലി ഇല്ലേ മറ്റൊരു ജോലി ഉണ്ടോ ഞാൻ കണ്ടുപിടിച്ച് ഞാൻ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരിടത്ത് സ്റ്റോപ്പ് ആവരുത്. യാത്ര നിർത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും. അത് ഏതൊരു ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലായാലും ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ ഞാൻ റെഡി അല്ല ഇപ്പോ. അടിപൊളി. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഇനി കാണുന്ന പ്രേക്ഷകരുണ്ട് ഒരുപാട് പേര്. ഇപ്പം കുട്ടിക്കാലത്ത് 5ാം വയസ്സിൽ അനുഭവിച്ച അനുഭവങ്ങളെല്ലാം നമ്മോടിപ്പം ഷെയർ ചെയ്തു. ഇന്നും അനുഭവിക്കുന്ന കുട്ടികളോട് എന്താ പറയാനുള്ളത്? പറയാം. ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം ഏതൊരു റിയാലിറ്റി ആയാലും. നമുക്ക് പറയാനായിട്ട് ഇപ്പൊ ഒരുപാട് സാഹചര്യമുണ്ട്. എന്ത് സിറ്റുവേഷൻ ഉണ്ടായാലും ഒന്നിനും ഇനി പേടിച്ച് നിൽക്കാൻ ഒരിടം കൊടുക്കരുത്. ഞാനൊക്കെ അനുഭവിച്ച സമയത്തുള്ള സിറ്റുവേഷൻസ് അല്ല. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണ്. നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്ന സാഹചര്യങ്ങൾ അവൈലബിൾ ആണ്. ഭയങ്കര ബോൾഡ് ആയിരിക്കുക. ബുദ്ധിപൂർവം തന്നെ ലൈഫിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോവുക. തോറ്റു കൊടുക്കരുത് ആരുടെയും മുന്നിൽ. അതിനിപ്പോൾ ഫ്രണ്ട്സ് പറയുമായിരിക്കാം ഞാനാണ് അതിൽ നന്നായി ചെയ്യുന്നത്, നിനക്ക് മറ്റേ കുറച്ചുകൂടെ ഇതായിട്ട് നീ ചെയ്യുക, തൽക്കാലം ഇങ്ങനെ ചെയ്യുക. തൽക്കാലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തേണ്ട യാതൊരു ആവശ്യമില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇഫ് വി ഡോണ്ട് ഹാവ് ആൻ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ഇറ്റ്. നമ്മൾ തന്നെയാണ് നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഏത് സാഹചര്യത്തിലായാലും നമ്മളെ കൊണ്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ട്രൈ അഗൈൻ, ഫെയിൽ അഗൈൻ, ഫെയിൽ ബെറ്റർ. അടിപൊളി അടിപൊളി. അപ്പം സ്നേഹ ഗൗരി, ഈ തീ അങ്ങനൊന്നും കെടുത്താൻ പറ്റത്തില്ലല്ലേ? കത്തും. ചാരവാ പിന്നെ തീയാവുന്നേ. അതൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഒരു ഷൈ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. ഭയങ്കര ഷൈ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങനെ ഇവിടെ സ്ലീവ്ലെസ് കാണുന്നു, അത് വേണ്ട, അല്ലെ ഇവിടെ ഇങ്ങനത്തെ കൈ കാണാം, അല്ല ഇച്ചിരി നെക്ക് താഴെ വന്നു, അയ്യോ ഇതൊക്കെ ഭയങ്കര പ്രശ്നം, ഷോൾ ഇട്ട് മൂടാം, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ വൺസ് എൻ്റെ ഷെല്ല് ബ്രേക്ക് ചെയ്യുന്ന പല സാഹചര്യത്തിൽ കൂടെ ഞാൻ എത്തിയപ്പോഴത്തേക്കുമാണ് ഞാൻ മനസ്സിലാക്കി ഇതിലൊന്നും ഒരു കാര്യമില്ല. എനിക്കിഷ്ടമാണ് കുഞ്ഞുടുപ്പുകൾ ഇടാൻ, അല്ലെ
ക്രോപ്പ് ടോപ്പ് ഇടാൻ. പക്ഷെ ആൾക്കാരുടെ കളിയാക്കലൊക്കെ കേട്ട് അയ്യോ ആ തടിച്ച് ഇട്ടേക്കുന്ന ഡ്രസ്സ് നോക്കല്ലേ, എന്ത് മോശമായിട്ട് ഡ്രസ്സ് ചെയ്തേക്കുന്നത്, പല പല സംസാരങ്ങളുണ്ടല്ലോ. അപ്പൊ എനിക്കത് മീൻസ് അത് കേട്ടിട്ട് ഞാൻ എന്നെ തന്നെ ശരിയാണ്, ഞാൻ ഇതൊന്നും ഇടാൻ പാടില്ല, എന്റെ തെറ്റാണ്, ഞാൻ ഇങ്ങനത്തെ വേൾഡിൽ ഒരിക്കലും ഇങ്ങനെ ഞാൻ ജീവിക്കുകയോ നടക്കുകയോ ചെയ്യാൻ പാടില്ല ഉം. എന്ന് വിചാരിച്ചാൽ ഞാൻ ഡ്രസ്സിങ് പോലും കോംപ്രമൈസ് ചെയ്തിട്ട് മറ്റേ പർദ്ദ പോലത്തെ ചുരിദാറോ അങ്ങനത്തെ സ്കേർട്ടും ടോപ്പും ഒക്കെ മാത്രമായിട്ട് ഇട്ടിരുന്നത്. പക്ഷെ വൺസ് ഞാൻ എൻ്റെ കംഫോർട്ട് സോൺ വിട്ട് എൻ്റെ ഡിപ്രഷൻ സ്റ്റേജ് ഫേസ് ചെയ്ത് ഒരു ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോയി വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കാണുന്ന എന്നെ എനിക്ക് കുറച്ച് കാണാൻ തോന്നുന്നില്ല. ഉം. പിന്നെ ഞാൻ മിററിൽ എന്നെ കണ്ണാടി കാണുമ്പോൾ എനിക്ക് എന്തൊക്കെ നന്നായി എന്നെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം, എനിക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. ഡ്രസ്സ് ബോൾഡായിട്ട് ഇട്ട ശരിയല്ല എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഞാൻ ബോൾഡായിട്ട് തന്നെ ഇടും. അത്രേ ഉള്ളൂ. എന്നെ എന്താ പറയാന്നുള്ള എനിക്ക് കാണണമല്ലോ എന്ന രീതിയിൽ ഞാൻ എന്നെ കാണാൻ പറയാനുള്ളവൻ പറഞ്ഞോട്ടെന്നേ, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല.